അറബ് റഷ്യൻ സുരക്ഷാ കരാർ പ്രാബല്യത്തിൽ വരുത്താനുള്ള വലിയ ശ്രമങ്ങൾ ഇപ്പോൾ രഹസ്യമായിട്ട് തന്നെ നടക്കുകയാണ്. ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മേഖല ഒരു അരക്ഷിതാവസ്ഥയിലാണ് നിലവിലുള്ളത്. അതിനെ സുരക്ഷിത മേഖലയാക്കി മാറ്റണമെങ്കിൽ ലോകരാജ്യം ഇടപെടണം. ലോകരാജ്യം എന്ന് ഉദ്ദേശിക്കുന്നത് അമേരിക്കയല്ലാത്ത വൻ ശക്തിയുള്ള രാജ്യം ഇതിലേക്ക് പ്രവേശിക്കണം എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അതിന് റഷ്യയെ തന്നെയാണ് വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കുക. അമേരിക്കയെ അല്പാൽപ്പം മാറ്റി നിർത്തുന്ന ഒരു പ്രവണത അറബ് രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രകടമാണ്, കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. സുരക്ഷാ സംവിധാനത്തിൽ അമേരിക്കയെ വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലെന്ന് ഖത്തർ ആക്രമണത്തോടു കൂടി അറബ് ലോകത്തിന് ബോധ്യമായിരിക്കുന്നു. പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യം നിലനിന്നിരുന്നു ചൈനയും റഷ്യയുമായി. അറബ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. അത് കമ്മ്യൂണിസ്റ്റ് രാജ്യം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും സന്ധി ചേരില്ല. ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതിനാൽ തന്നെ ഈ ആശയപരമായിരിക്കുന്ന അല്ലെ വിശ്വാസപരമായിരിക്കുന്ന ഒരു നിലപാട് മുസ്ലിം രാജ്യങ്ങൾക്കുണ്ട് എന്നതിനാൽ കമ്മ്യൂണിസവുമായിട്ട് ചേർന്ന് നിൽക്കുക അവർക്ക് വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ആ മേഖലയിൽ നിന്ന് അവരിൽ നിന്ന് അകലം പാലിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയനുള്ള കാലത്തും പിന്നീട് റഷ്യ ആയിരിക്കുന്ന കാലത്തും ചൈന ഏതായാലും അങ്ങനെ തന്നെയാണ്. അവരിൽ നിന്നെല്ലാം ഒരു അകലം പാലിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവസ്ഥകൾക്ക് മാറ്റം വന്നു. 2023 ഒക്ടോബർ 7 ഈ ഹമാസിൻ്റെ ആക്രമണം ചില മാറ്റങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ വരുത്തിയത്. ഓരോരോ രാജ്യങ്ങളും എന്താണെന്നുള്ളതും എന്ത് നിലപാടെടുക്കുമെന്നുള്ളതും നമ്മൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നുള്ളതും ഏതൊക്കെ രാജ്യം തങ്ങളെ ആക്രമിച്ചാൽ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് ലോകാടിസ്ഥാനത്തിൽ ഓരോരോ രാജ്യവും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യമാണ്. അതിൽ 60% ആളുകൾക്ക് ഞങ്ങൾക്ക് സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കാര്യം അമേരിക്കക്കെതിരെ പരസ്യമായ രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പേടിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് തന്നെ ഒരുപാടുണ്ട്. 165 രാജ്യങ്ങൾ പാലസ്തീനെ അംഗീകരിച്ചിട്ട് ആ രാജ്യം ഇപ്പോഴും സ്വതന്ത്രമായിട്ടില്ലെന്നും ഇസ്രായേൽ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി സ്വീകരിച്ചുകൊണ്ട് അതേ നിലപാട് മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുന്നതും 2023 ശേഷമാണ്. മിഡിൽ ഈസ്റ്റിൽ റഷ്യ സുരക്ഷിത കേന്ദ്രം ഒരുക്കുന്നതിനെക്കുറിച്ച് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ടല്ല പറയാറുള്ളത്, പലതും രഹസ്യമായ രീതിയിൽ ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ്. സൗദി അറേബ്യയും ഖത്തറും ബഹ്റൈനും UAEയും ഒമാനും കുവൈറ്റും എല്ലാം ഈ കാര്യത്തിൽ ഏകാഭിപ്രായമാണ്. തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള അഭിപ്രായം. പിന്നീട് ഈ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടാൻ വേണ്ടി ഒരു അറബ് രാജ്യങ്ങൾ മെനക്കെട്ടാൽ അതൊരിക്കലും സാധ്യമല്ലാത്തത് കൊണ്ട് ബദൽ സംവിധാനം മറ്റു ലോക ശക്തിയുള്ള രാജ്യങ്ങളെ തങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അമേരിക്ക പ്രതിരോധിക്കേണ്ടി വന്നാൽ അത് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഖത്തർ, UAE, കുവൈറ്റ്, ബഹ്റൈൻ ഈ 4 രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്ക് സൈനിക താവളമുണ്ട്. ഈ സൈനിക താവളത്തിലേക്ക് അമേരിക്കയിൽ നിന്നൊരു വിമാനം വരികയാണെങ്കിലും അമേരിക്ക ഈ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു പോവുകയാണെങ്കിലും അത് ഈ രാജ്യത്തിൻ്റെ അനുവാദം ആവശ്യമില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ ഖത്തർ ന്യൂയോർക്കിൽ, അതായത് അമേരിക്കയിൽ ഒരു എയർബേസ് തുടങ്ങിയിട്ടുണ്ട്. അത് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി US ഗവൺമെൻറ് അതിന് ഔദ്യോഗികമായിരിക്കുന്ന അംഗീകാരം നൽകി. ഈ കരാർ വ്യവസ്ഥയിൽ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ പറയുന്നത് ഖത്തറിന് സ്വതന്ത്രമായ രീതിയിൽ ഈ മേഖലയിൽ സേവനം ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു. പക്ഷേ ഈ ഖത്തറിൻ്റെ കൈവശത്തിലുള്ള ഈ ഭൂപ്രദേശത്തേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും തിരിച്ചു പോകുന്ന വിമാനത്തെക്കുറിച്ചും തങ്ങൾക്ക് മുൻകൂട്ടി വിവരം നൽകണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഒരു വിഷയം വരുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളം, ഈ സൈനിക താവളത്തിന് സ്വതന്ത്രമായിരിക്കുന്ന ഒരു വിപണി പോലെയാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇവിടേക്ക് വരുന്ന ഒരു വിമാനത്തെയോ പുറത്തു പോകുന്ന ഒരു വിമാനത്തെയോ നിരീക്ഷിക്കാനോ പരിശോധിക്കാനോ അഭിപ്രായങ്ങൾ ചോദിക്കാനോ ഖത്തറിന് സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിലാണ് കരാർ വ്യവസ്ഥ. പല ഘട്ടങ്ങളിലും ഇവിടെ നിന്ന്, അതായത് ഖത്തറിൽ നിന്ന് ഇസ്രായേലിലേക്ക് അമേരിക്കയുടെ വിമാനം പോകാറുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്നുള്ളത് അറിയില്ല എന്നുള്ളതും അന്വേഷിക്കാൻ സംവിധാനമില്ല എന്നുള്ളതും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് അമേരിക്കയുടെ ഇറാൻ്റെ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് വലിയ വിവാദമായിരിക്കുന്ന പ്രസ്താവനയാണ്. നിങ്ങളുടെ രാജ്യത്തുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അടച്ചു പൂട്ടുകയാണ് ഏറ്റവും ഉചിതം.
നിങ്ങൾക്കങ്ങനെ അതിന് സാധിക്കുന്നില്ലെങ്കിൽ എത്ര വിമാനങ്ങൾ വരുന്നുണ്ട്, എത്ര വിമാനങ്ങൾ പുറത്തു പോകുന്നുണ്ട്, എന്തൊക്കെ വസ്തുക്കളുമായിട്ടാണ് വരുന്നത്, എന്തൊക്കെ വസ്തുക്കളുമായിട്ട് പുറത്തു പോകുന്നത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം. അല്ലെങ്കിൽ അത് നിങ്ങളെയും കൊണ്ടേ പോകും, നിങ്ങൾക്കത് ഭയാനകരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വീണ്ടും ചർച്ച പുനരവലോകനമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യം പറയുന്നത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചു എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ എവിടെ നിന്ന് ആക്രമിച്ചു എന്ന് ഇതുവരെ ആരും പുറത്ത് പറഞ്ഞിട്ടില്ല. പ്രസിദ്ധീകരിക്കാത്തൊരു രഹസ്യ റിപ്പോർട്ടാണ്. അതിൽ പറയുന്ന കാര്യം ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇസ്രായേലിൻ്റെ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനം ഖത്തറിനെ ആക്രമിച്ചു. ഖത്തറിൽ നിന്ന് ഖത്തറിനെ ആക്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ ഇതിൻ്റെ ഇടയിൽ പുറത്തു വന്നതാണ്. അതേക്കുറിച്ച് പിന്നെ ചർച്ചാ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം. ഇറാഖിലെ ബാഗ്ദാദിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അസർബൈജാൻ്റെ എയർപോർട്ടും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ സ്ഥിരീകരണ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആക്രമിക്കാൻ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇസ്രായേൽ അവിടെ നിന്ന് വിമാനം പറത്തിക്കൊണ്ട് ഇറാനെ ആക്രമിച്ചു എന്നല്ല റിപ്പോർട്ടിൽ പറയുന്നത്. ബാഗ്ദാദിൽ നിന്ന് ആക്രമിച്ചു എന്നാണ്. ബാഗ്ദാദ് എന്ന് പറയുന്ന സമയത്ത് ഇറാൻ്റെ അതിർത്തി രാജ്യമാണ്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അറബ് രാജ്യങ്ങളുമായിട്ടുള്ള റഷ്യയുടെ കരാർ പത്രം വല്ലാതെ വൈകാതെ പുറത്തു വരുമെന്നുള്ളതാണ്. അതിൽ പറയുന്നത് സൈനിക സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു കരാറുണ്ടാക്കും, സാമ്പത്തിക വ്യവസായ മേഖലയിൽ സഹകരണം ഉണ്ടാവും, സായുധ കരാർ വ്യവസ്ഥ ഉണ്ടാവും, റഡാർ സംവിധാനം മറ്റതാക്കുകയും നിരീക്ഷണം നടത്തുകയും ഇതിൽ റഷ്യയുടെയും അറബ് രാജ്യങ്ങളുടെയും സൈനികർക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു നിരീക്ഷണ സംവിധാനം അല്ലെങ്കിൽ സംയോജിച്ചു കൊണ്ടുള്ളൊരു പ്രവർത്തന രീതികളൊക്കെ ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സമാനമായ രീതിയിൽ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുപോലെയുള്ള സമാന ഒരു സംഭവങ്ങൾ ഇല്ലാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ഇതിലാകെ അഭിമാനകരമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, പ്രശംസനീയമായിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് തുർക്കിയുടെ ഇടപെടലാണ്. തുർക്കി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ആക്രമണം ഖത്തർ നേരെ ഉണ്ടാകുമെന്നുള്ള ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചോർത്തിക്കൊണ്ട് ഖത്തറിലെ സൈനികർക്ക് തുർക്കി നൽകി എന്ന് പറയുന്നത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഹമാസിൻ്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്താൻ സാധിക്കാത്ത വിധം ഈ ദൗത്യം 100% പരാജയപ്പെട്ടു എന്ന് ഒടുവിൽ ഇസ്രായേൽ തന്നെ സമ്മതിക്കേണ്ട സാഹചര്യം ഉണ്ടായത് അതിൽ തുർക്കിയുടെ ഇടപെടലാണ്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം അറബ് റഷ്യൻ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അത് പരസ്യമായ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങളിലെ പ്രതിനിധികൾ റഷ്യ സന്ദർശിക്കുകയും റഷ്യയുടെ പ്രതിനിധി അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഏകദേശ രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല രഹസ്യങ്ങളും രഹസ്യമായിട്ട് തന്നെ നിലനിൽക്കും. എല്ലാ കാര്യങ്ങളും ഒരു ഗവൺമെൻറ് പ്രതിനിധികളും പരസ്യമായിട്ട് പറയില്ല എന്നതിനാലാണ് ഈ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ഇപ്പോഴും വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടായിട്ട് പുറത്തു വരാത്തത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.